നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. HSN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാർഷിക യന്ത്രോപകരണങ്ങൾ ഇനി AN ഏജൻസീസിൽ നിന്ന്. AN ഏജൻസീസ്, പുളിക്കൽ ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, ഇടുക്കി കവല, കട്ടപ്പന. ശക്തമായ മഴയിലും കാറ്റിലും ഇടുക്കിയിൽ വ്യാപക നാശനഷ്ടം. കഴിഞ്ഞ രാത്രി പെയ്ത മഴയിൽ ശാന്തൻപാറ, പൂപ്പാറ പ്രദേശത്തെ നിരവധി തൊഴിലാളികളുടെ കുടുംബങ്ങളുടെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. രാജാക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ ഒരാഴ്ചയിലധികം പഴക്കമുള്ള പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. പാൻസും ഷർട്ടും ധരിച്ച നിലയിലുള്ള മൃതദേഹം ജീർണിച്ച അവസ്ഥയിൽ. രാജാക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ 2-ന് സേനാപതി മുക്കുടിൽ നിന്നും കാണാതായ യുവാവിന്റെ മൃതദേഹമാണിതെന്ന് സംശയം. സ്ത്രീകളെയും കുട്ടികളെയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ DCC പ്രസിഡന്റ് CP മാത്യു നടത്തുന്നത് UDF നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ. ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരുത്തണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ജനവാസ മേഖലയിൽ പടയപ്പയുടെ സ്വൈര്യവിഹാരം തുടരുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുകൊമ്പൻ വ്യാപക നാശം വരുത്തുന്നു. വിശദമായ വാർത്തകൾ. ശക്തമായ മഴയിലും കാറ്റിലും ഇടുക്കിയിൽ വ്യാപക നാശനഷ്ടം. കഴിഞ്ഞ രാത്രി പെയ്ത മഴയിൽ ശാന്തൻപാറ, പൂപ്പാറ പ്രദേശത്തെ നിരവധി തൊഴിലാളി കുടുംബങ്ങളുടെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. പൂപ്പാറ HML കമ്പനിയിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയൺസ് ക്വാർട്ടേഴ്സുകളുടെ മേൽക്കൂരകൾ കാറ്റിൽ തകർന്നു വീണു. ശക്തമായ കാറ്റിനൊപ്പം പെയ്ത മഴ വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറാനിടയാക്കി. ഇതോടെ വീട്ടുപകരണങ്ങളും സാധനങ്ങളും വ്യാപകമായി നശിച്ചു. പല കുടുംബങ്ങളും സുരക്ഷിതമായി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അറുമുഖം, സുന്ദർ, ലീല, മുരുകൻ എന്നിവരടക്കമുള്ള നിരവധി തൊഴിലാളികളുടെ വീടുകളുടെ മേൽക്കൂരകൾ തകർന്നിട്ടുണ്ട്. ഷീറ്റ് പാളുകൾ പറന്നുപോയതോടെ മഴവെള്ളം വീടിനുള്ളിലേക്ക് കയറി നിത്യോപയോഗ സാധനങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി വസ്തുക്കൾ നശിച്ചു. 9 മണിക്കെല്ലാം ഭയങ്കരമാണ് മഴയും കാറ്റും, ഭയങ്കര കാറ്റ്. ഓടെല്ലാം കംപ്ലീറ്റ് പിഞ്ചു തെരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുனால TV, வாஷிங் மிஷின் எல்லாமே போயிடுச்சு. பயங்கர சேதம். அது சர்க்கார் எதனாலும் ஒரு உதவி, TV, வாஷிங் மிஷின் எல்லாமே போச்சு. പന്നിയാർ എസ്റ്റേറ്റിലെ പൂപ്പാറ ഡിവിഷനിലെ ലയൺസ് പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം. ഏകദേശം 120ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ 500ഓളം ആളുകളാണ് താമസിക്കുന്നത്. 60-ലധികം വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളിലാണ് ഇവർ കഴിയുന്നത്. ഇതിനകം തന്നെ വിള്ളലുകൾ വീണ് അപകടാവസ്ഥയിലായിരുന്ന കെട്ടിടങ്ങൾ ശക്തമായ കാറ്റിലും മഴയിലും കൂടുതൽ തകരാറിലായി. അടിയന്തരമായിട്ട് തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സ്, ഈ 62 വർഷക്കാലമായിട്ട് ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഇതേ ക്വാർട്ടേഴ്സിനകത്ത് ഒരു 2 പേർക്ക് പോലും താമസിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലത്താണ് അവരും അവരുടെ കുട്ടികളും അവർ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺമക്കൾ അടക്കമുള്ളവർ താമസിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഗവൺമെൻറ് ഏതാണ്ട് 10 കോടി രൂപ ഈ തൊഴിലാളി ക്വാർട്ടേഴ്സുകൾ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചിട്ടുണ്ട്. അത് 60% ഗവൺമെൻറ്റും 40% കമ്പനിയുമാണ് ആ തുക മുടക്കേണ്ടത്. ആ തുക മുടക്കിക്കൊണ്ട് ഈ തൊഴിലാളികളുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം, അവരുടെ കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കമ്പനിയുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇടിഞ്ഞു വീഴാറായി ഈ കെട്ടിടങ്ങളിലെ ഇടുങ്ങിയ മുറികളിലാണ് 4-5 പേർ അടങ്ങുന്ന കുടുംബങ്ങൾ കഴിയുന്നത്. ഈ HMLന്റെ ഏകദേശം നമ്മുടെ പൂപ്പാറ ഡിവിഷനിലെ 21 ലൈൻസും ഉണ്ട്. 60 വർഷങ്ങൾക്ക് മുമ്പ് പണിത ലൈൻസുകളാണ്. നാളിതുവരെ ഇതൊരു നവീകരണമോ ഒന്നും ചെയ്യാതെ ഇവിടുത്തെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ വലിയ ദുരിതത്തിലാണ് ജീവിച്ചു പോകുന്നത്. ചെറിയ മഴ പെയ്താലും വീട്ടിനകത്ത് വെള്ളം ചോരുന്ന ഒരു അവസ്ഥ. അതുപോലെ നിങ്ങൾ കണ്ടു കാണും, ഇവിടെ മൊത്തം ഈ ലൈൻസൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് മുതൽക്കൊണ്ട് പഞ്ചായത്തിൽ നിന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മെയിൻ്റെനൻസ് ചെയ്ത് കൊടുത്താലും കമ്പനി ഇത് നല്ല രീതിക്ക് കൊണ്ടുപോകാനോ ഒരു ശ്രമവും എടുക്കുന്നില്ല. തൊഴിലാളി കുടുംബങ്ങൾക്ക് സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. രാജാക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ ഒരാഴ്ചയിലധികം പഴക്കമുള്ള പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. പാൻസും ഷർട്ടും ധരിച്ച നിലയിലുള്ള മൃതദേഹം ജീർണിച്ച അവസ്ഥയിലാണ്. രാജാക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ 2-ന് സേനാപതി മുക്കുടിൽ നിന്ന് കാണാതായ യുവാവിന്റെ മൃതദേഹമാണിതെന്ന് ബന്ധുക്കൾ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും.
സ്ത്രീകളെയും കുട്ടികളെയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ DCC പ്രസിഡന്റ് CP മാത്യു നടത്തുന്നത് UDF നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് ഇടുക്കി പോലീസിൽ മൊഴി നൽകിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ലിസി ജോസ്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രനെ ഉൾപ്പെടെ അധിക്ഷേപിച്ച CP മാത്യു തന്റെ പതിവ് ശൈലി തുടങ്ങിയിട്ട് കാലങ്ങളായെന്ന് ലിസി ജോസ് ആരോപിച്ചു. ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടും ഇയാൾക്കെതിരെ കോൺഗ്രസ് നേതൃത്വം യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇത് സ്ത്രീകളെയും കുട്ടികളെയും അധിക്ഷേപിക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വം CP മാത്യുവിന് ഒത്താശ ചെയ്യുന്നതിന്റെ തെളിവാണെന്ന് ലിസി ജോസ് ആവർത്തിക്കുന്നു. റോയി കെ പൗലോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വാഴത്തോപ്പ് പള്ളിത്താഴത്ത് വെച്ചാണ് ലിസി ജോസിനെ അധിക്ഷേപിച്ചുകൊണ്ട് CP മാത്യു പ്രസംഗിച്ചത്. മാത്രമല്ല, കഞ്ഞിക്കുഴിയിലെ കോൺഗ്രസ് നേതാവായ രാജേശ്വരിയോട് താൻ വസ്ത്രങ്ങൾ വലിച്ചുപറിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും 50ഓളം യുവാക്കളെ കാപ്പിപ്പത്തിലുമായി സംഘർഷത്തിന് തയ്യാറാക്കി രംഗത്തിറക്കിയിരിക്കുന്നുവെന്നും CP മാത്യു വെളിപ്പെടുത്തുകയുണ്ടായി. ഇത് മാധ്യമങ്ങളിൽ വന്നതോടെ ഇയാൾക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു. കോൺഗ്രസിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ CP മാത്യുവിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞു. എന്നിട്ടും ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഒരു നടപടിയും കോൺഗ്രസ് നേതൃത്വം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇതിനിടെയാണ് ലിസി ജോസ് പരാതിയുമായി രംഗത്തെത്തിയത്. ഞാൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന വിഷയങ്ങൾക്കുള്ളിൽ അവരുടെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് SC/ST വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ആകമാനം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് ബ്ലൗസ് വലിച്ചു കീറി പ്രതികരിക്കണം എന്ന് രാജേശ്വരിയോട് CP മാത്യു ആഹ്വാനം ചെയ്യുന്നത്. ആ ഒപ്പം ഞാൻ സായിപ്പിൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് എന്നെ അധിക്ഷേപിച്ചതും എനിക്ക് മാനസികമായി വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഞാൻ മൊഴി കൊടുത്തപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരടി പോലും പുറകോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഈ കേസുമായി മുമ്പോട്ട് പോകാനാണ് താല്പര്യം. ഇനി ഒരു സ്ത്രീകൾക്കും ഇതുപോലുള്ള അപമാനം ഈ CP മാത്യുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തക്ക രീതിയിൽ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയുള്ള പ്രവർത്തനവുമായി ഈ നിയമപരമായും അല്ലാതെയും വ്യക്തിപരമായും ഇതുമായി മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. CP മാത്യു രാജിവെക്കുക മാത്രമല്ല, സ്ത്രീ സമൂഹത്തോട് മുഴുവൻ മാപ്പ് പറയണമെന്നും ലിസി ജോസ് ആവശ്യപ്പെട്ടു. മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ. ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ജനവാസ മേഖലയിൽ പടയപ്പയുടെ സ്വൈര്യവിഹാരം തുടരുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുകൊമ്പൻ വ്യാപക നാശം വരുത്തുന്ന സ്ഥിതിയുമുണ്ട്. മൂന്നാറിലെ ജനവാസ മേഖലകളിലൂടെ കാട്ടുകൊമ്പൻ പടയപ്പ സ്വൈര്യവിഹാരം നടത്തുന്നത് തുടരുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെയാണ് കാട്ടാന വീണ്ടും ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുകൊമ്പൻ വ്യാപക നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട്. കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനോടൊപ്പം നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നതും സ്ഥിരമാണ്. ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമായതോടെ വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടാകുമോ എന്ന ആശങ്കയും ആളുകൾക്കുണ്ട്. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ ഇറങ്ങുന്ന കാട്ടാന ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതും പതിവാണ്. മുൻകാലങ്ങളിൽ ശാന്തസ്വഭാവമായിരുന്ന പടയപ്പ ഇപ്പോൾ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുമുണ്ട്. കാട്ടാനയുടെ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ ആനയ്ക്ക് മുമ്പിൽ പെടുമോ എന്ന ആശങ്കയോടെയാണ് ജനങ്ങൾ യാത്ര ചെയ്യുന്നത്. പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്തുവാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി റോയി കെ പൗലോസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KV ശെൽവം. 9 പഞ്ചായത്തിലെയും കട്ടപ്പന നഗരസഭയിലെയും വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ 15,000-ന് മുകളിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നും ഭരണവിരുദ്ധ വികാരവും ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സർക്കാരിന്റെ പരാജയം UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് കാരണമാകുമെന്നും അദ്ദേഹം തോപ്രാംകുടിയിൽ പറഞ്ഞു. നിയോജകമണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയം നേടും. നിലവിലുള്ള MLA മന്ത്രിയുമായ ശ്രീ റോഷി അഗസ്റ്റിൻ ദയനീയമായി പരാജയപ്പെടും. ഇടുക്കി നിയോജകമണ്ഡലത്തിലെ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള 10 നിയോജകമണ്ഡലങ്ങൾ, അതായത് 9 പഞ്ചായത്ത് നിയോജകമണ്ഡലങ്ങളും ഒരു മുനിസിപ്പാലിറ്റിയും, എല്ലാ നിയോജകമണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷം കിട്ടും. കാർഷിക മേഖലയുടെ വലിയ പിന്തുണ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു മാറ്റം ഉണ്ടാകണമെന്നുള്ള ജനങ്ങളുടെ വലിയൊരു ആഗ്രഹവും
തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് പ്രതിഫലിക്കും. 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിയോജകമണ്ഡലത്തിൽ ശ്രീ OK പൗലോസ് ഉജ്ജ്വല വിജയം നേടുമെന്നുള്ളതാണ് നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും പോയി പ്രവർത്തിച്ചിട്ടുള്ള ആളെന്ന നിലയിലുള്ള എൻ്റെ അഭിപ്രായം. ഇടുക്കി രൂപത ബൈബിൾ കൺവെൻഷൻ 15 മുതൽ 19 വരെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അണക്കര മരിയൻ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമനാൽ നേതൃത്വം നൽകുന്ന കൺവെൻഷൻ ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യും. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ പള്ളിയിൽ കൃപാഭിഷേകം ഇടുക്കി രൂപത ബൈബിൾ കൺവെൻഷൻ ഏപ്രിൽ 15 മുതൽ 19 വരെ വൈകിട്ട് 4 മുതൽ രാത്രി 9 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമനാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൺവെൻഷൻ നയിക്കുന്നത്. ഏപ്രിൽ 15 വൈകിട്ട് 4 നടക്കുന്ന പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് ശേഷം ഇടുക്കി രൂപത ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിക്കും. രൂപത വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, മോൺസിഞ്ഞോർ അബ്രാഹം പൊറയാറ്റ് എന്നിവരും രൂപതയിലെ ഫൊറോന വികാരിമാരും കൺവെൻഷന് നേതൃത്വം നൽകും. സമാപന ദിവസമായ ഏപ്രിൽ 19 ഇടുക്കി മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ സമാപന സന്ദേശം നൽകുമെന്ന് ജനറൽ കൺവീനർ മോൺസിഞ്ഞോർ ജോസ് നരിതൂക്കൽ അറിയിച്ചു. മരിയൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ഡൊമിനിക് വാളമനാച്ചനും ടീമംഗങ്ങളുമാണ് ഈ കൺവെൻഷൻ നേതൃത്വം നൽകുന്നത്. പ്രാരംഭ ദിവസമായ 15-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പൊന്തിഫിക്കൽ കുർബാന അഭിനയ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് അർപ്പിക്കുകയും തുടർന്ന് കൺവെൻഷൻ ഔപചാരികം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. തുടർന്ന് എല്ലാ ദിവസങ്ങളിലും ഉച്ചകഴിഞ്ഞ് 3:30 ജപമാലയും തുടർന്ന് 4 മണിക്ക് വിശുദ്ധ കുർബാനയും അതിനുശേഷമായിരിക്കും വചനശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുക. എല്ലാ ദിവസവും കൺവെൻഷൻ്റെ ദിവസങ്ങളിൽ കൗൺസിലിങ്ങിനും അതുപോലെ തന്നെ കുമ്പസാരത്തിനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കൺവെൻഷൻ വിജയത്തിന് വേണ്ടിയുള്ള വിവിധ കമ്മിറ്റികൾ ഇടവക ജനത്തിൻ്റെയും കൊറോണ തലത്തിലുള്ള കമ്മിറ്റികൾ രൂപപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കൺവെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും 10,000 പേർക്ക് ഇരിക്കാവുന്ന വിശാലമായ പന്തൽ ക്രമീകരിച്ചിട്ടുണ്ടെന്നും എല്ലാ ദിവസവും കൺവെൻഷൻ സമാപിക്കുമ്പോൾ വിവിധ മേഖലകളിലേക്ക് വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും കുമ്പസാരത്തിനും കൗൺസിലിംഗിനും പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ രാജകുമാരി പള്ളി അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജോബി മാതാളിക്കുന്നേൽ, ഫാദർ അലക്സ് ചെന്നംകുളം, ഫാദർ ടോണി കുഴുപ്പിൽ, കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആംഗ്ലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഹൈറേഞ്ച് ഭദ്രാസനത്തിന്റെ 35ാമത് ജനറൽ കൺവെൻഷനും നവ ബിഷപ്പിന് സ്വീകരണവും വിരമിക്കുന്ന ബിഷപ്പിന്റെ യാത്രയയപ്പും ഏപ്രിൽ 14-15 തീയതികളിൽ നടക്കും. രാജാക്കാട് ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ഭദ്രാസന ബിഷപ്പ് റൈറ്റ് റവറൽ ഡോക്ടർ ജോൺ വി കുര്യാക്കോസ് തെക്കേടത്ത് ഉദ്ഘാടനം ചെയ്യും. ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ ഹൈറേഞ്ച് ഭദ്രാസനത്തിന്റെ 35ാമത് ജനറൽ കൺവെൻഷനും നവബിഷപ്പിന് സ്വീകരണവും വിരമിക്കുന്ന ബിഷപ്പിന്റെ യാത്രയയപ്പും ഏപ്രിൽ 14-15 തീയതികളിൽ രാജാക്കാട് ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. 14 വൈകിട്ട് ഭദ്രാസന ബിഷപ്പ് റവറൻ ഡോക്ടർ ജോൺ വി കുര്യാക്കോസ് തെക്കേടത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഹൈറേഞ്ച് ഭദ്രാസനത്തിന്റെ 35ാമത് ജനറൽ കൺവെൻഷനും അതിനോടനുബന്ധിച്ച് ഹൈറേഞ്ച് ഭദ്രാസനത്തിന്റെ നവ ബിഷപ്പിൻ്റെ സ്വീകരണവും റിട്ടയർ ചെയ്ത ബിഷപ്പിനുള്ള യാത്രയയപ്പും 2026 ഏപ്രിൽ 14-15 തീയതികളിൽ രാജാക്കാട് ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 15 വൈകിട്ട് 4 പൊതുസമ്മേളനവും ഭദ്രാസന ബിഷപ്പിന് സ്വീകരണവും റിട്ടയർഡ് ബിഷപ്പിന് യാത്രയയപ്പും നടക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ ആർച്ച് ബിഷപ്പ് റവറൻ ഡോക്ടർ ലേവി ജോസഫ് ഐക്കര അധ്യക്ഷനാകും. ഡീൻ കുര്യാക്കോസ് MP ഉപഹാര സമർപ്പണം നടത്തും. രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, G ശങ്കർകുമാർ, P രാജാറാം, വിപിൻ C അഗസ്റ്റിൻ, മിനി ബേബി, KM സുധീർ, വൈദിക സെക്രട്ടറി റവറൻ ജോമോൻ പുളിക്കൽ, സെക്രട്ടറി MU ഹാബേൽ എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ബിഷപ്പ് റവറൻ ഡോക്ടർ ജോൺ കുര്യാക്കോസ് തെക്കേടത്ത്, വൈദിക സെക്രട്ടറി റവറൻ ജോമോൻ പുളിക്കൽ, ജനറൽ കൺവീനർ റവറൻ ഷാജി പോൾ, പബ്ലിസിറ്റി കൺവീനർ PI അനിൽ എന്നിവർ പങ്കെടുത്തു. വിനോദത്തിനൊപ്പം വിജ്ഞാനവും പകരുന്ന വേറിട്ടൊരു സംരംഭത്തിന് ഇടുക്കിയിൽ തുടക്കമായി. ജില്ലയുടെ ഭൂപ്രകൃതിയും ജലവൈദ്യുത പദ്ധതികളുമെല്ലാം ഭീമാകാരമായ 3D മിനിയേച്ചർ രൂപത്തിൽ ഒരുക്കിയിരിക്കുന്ന ഗോഷൻ എഡ്യൂ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. ഇടുക്കി മരിയാപുരം റോഡിൽ ഇടുക്കി ടൗണിന് സമീപം ഗോഷൻ എഡ്യൂ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കിയുടെയും സമീപ ജില്ലകളുടെയും തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളുടെയുമെല്ലാം പൂർണ്ണരൂപം 3D മിനിയേച്ചർ മോഡലുകളിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മലകൾ, പുഴകൾ, ഡാമുകൾ, റോഡുകൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഇടുക്കിയുടെ മാസ്മരിക സൗന്ദര്യം ശബ്ദദൃശ്യ വിന്യാസങ്ങളുടെ അകമ്പടിയോടെ സന്ദർശകർക്ക് ആസ്വദിക്കാം.
വിനോദത്തിലൂടെ വിജ്ഞാനത്തിലേക്ക് എന്ന ആശയവുമായി എത്തിയ ഗോഷൻ എജ്യൂ പാർക്ക് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കാഴ്ചപ്പാടുള്ള ഒരാൾക്ക് മാത്രം സാധ്യമാകുന്ന ഒരു വിഷയവുമാണ്. കെ.വി. പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജന്മവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ കർമ്മപദങ്ങൾ ഓരോ തലങ്ങളിൽ ഈ നാടിന് അനുഭവവേദ്യമാണ്. ചെറുപ്പകാലഘട്ടം മുതൽ അദ്ദേഹം ഇവിടെ പൊതുരംഗത്ത് പ്രവർത്തിച്ച് എല്ലാവരുടെയും സർവാദരണീയനായി അദ്ദേഹം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിന്നും മാറി ഹൈദരാബാദുമായി ബന്ധപ്പെട്ട് ഏഷ്യ ഗ്രൂപ്പ് ഓഫ് പബ്ലിക്കേഷൻസിന്റെ മേഖലയിലേക്ക് കടക്കുന്നു. ഇന്ത്യയിലെ തന്നെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും സ്കൂൾ ഗൈഡുകൾ അത് നിർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായ നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കാതലായ നിലയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും നാടിനെ മറക്കാതെ ഇടുക്കിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാർക്കിലെ മിനി തിയേറ്ററിൽ ഒരുക്കിയിട്ടുള്ള ഇടുക്കി ഡാം പ്രോജക്ടിന്റെ മൂലമറ്റം പവർ ഹൗസിന്റെ ലൈവ് ഷോയാണ് മറ്റൊരു പ്രധാന ആകർഷണം. ഇടുക്കി, ചെറുതോണി, കുളമാവ് ഡാമുകളെക്കുറിച്ചും കൂറ്റൻ ടർബൈനുകളെക്കുറിച്ചും വൈദ്യുതി പ്രസരണത്തിന് തയ്യാറാക്കുന്ന സബ്സ്റ്റേഷനുകളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ഈ 3D വർക്കിംഗ് ലൈവ് മോഡലിലൂടെ ലഭിക്കും. കോതമംഗലത്തെ ക്രിയ ഡിസൈൻ ആർട്ട് ഹബാണ് കേരളത്തിൽ തന്നെ ആദ്യമായുള്ള ഈ വേറിട്ട സംരംഭം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. ക്രിയ ഡിസൈൻ ആർട്ട് ഹബ് ഡയറക്ടറും ചിത്രകാരനും സാഹിത്യകാരനുമായ സിജു പുന്നേക്കാട്ടാണ് ഈ സംരംഭത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത്. ഇത് ഗോഷൻ എജ്യൂ പാർക്ക് ഇടുക്കി ജില്ലയുടെയും സമീപ ജില്ലകളുടെയും 3D മിനിയേച്ചർ ഷോയാണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പ്രോജക്റ്റാണ് ഇത്തരത്തിലുള്ളൊരു മിനിയേച്ചർ ഷോ. ഇടുക്കി ജില്ലയെ ഏറ്റവും വളരെ അടുത്തറിയാവുന്ന രീതിയിലാണ് ഇത് തയ്യാറായിരിക്കുന്നത്. മാത്രമല്ല ഇടുക്കി ജില്ലയുടെ സമീപ ജില്ലകളായ എറണാകുളം, കോട്ടയം, പത്തനംതിട്ട അങ്ങനെ കറങ്ങി തമിഴ്നാട്, വീണ്ടും കറങ്ങി വന്ന് പാലക്കാട്, തൃശ്ശൂർ, വീണ്ടും എറണാകുളത്തേക്ക് വന്ന് ഇങ്ങനെ ചുറ്റി നടന്ന് കാണാവുന്ന തരത്തിലുള്ളൊരു ലൈവ് ഷോയാണ്. ഇതിനോട് ചേർന്ന് ഇടുക്കിയിലെ മലകൾ, അണക്കെട്ടുകൾ, പുഴകൾ, നദികൾ, അതുപോലെ മറ്റുള്ള എല്ലാ ഐറ്റംസും ഇടുക്കി ജില്ലയിൽ എന്തൊക്കെ മാസ്മരിക സൗന്ദര്യമുണ്ടോ അതിനെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 280ഓളം വരുന്ന സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ്, അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള പ്രത്യേകത ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ഇതിൽ പകർന്നു നൽകുന്നുണ്ട്. ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ, അതുപോലെ ഗവേഷണ വിദ്യാർത്ഥികൾ, അതോടൊപ്പം സഞ്ചാര പ്രിയർക്ക്, മറ്റു മുതിർന്നവർക്ക് കൂടിയിട്ടാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം ജയരാജ് വാര്യർ മുഖ്യാതിഥിയായിരുന്നു. വിനോദത്തിലൂടെ സയൻസ് തത്വങ്ങൾ പഠിക്കാൻ സഹായിക്കുന്ന സയൻസ് പാർക്ക്, കേരളീയ ചീനവല, കാറ്റാടി യന്ത്രം എന്നിവയുടെ മോഡലുകൾ, കുട്ടികൾക്കായുള്ള മിനി ചിൽഡ്രൻസ് പാർക്ക് എന്നിവയും ഗോഷൻ എജ്യൂ പാർക്കിന്റെ മാറ്റുകൂട്ടുന്നു. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഈ പാർക്ക് ഇടുക്കിയുടെ ടൂറിസം ഭൂപടത്തിൽ ഒരു പുതിയ നാഴികക്കല്ലാവുകയാണ്. ഗോഷൻ എജ്യൂ പാർക്ക് മാനേജിംഗ് ഡയറക്ടർ KV പോൾ, മാനേജർ ടോമി ജോസഫ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ജോസ് കുഴികണ്ടം, SNDP ശാഖാ പ്രസിഡന്റ് മഹേന്ദ്രൻ ശാന്തി, പ്രതീഷ് പ്രഭ, സാജൻ കുന്നേൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. വേനൽ കനത്തതോടെ അഞ്ചുരുളി തുരങ്കത്തിലെ നീരൊഴുക്ക് കുറഞ്ഞു. ഇതോടെ സഞ്ചാരികൾക്ക് തുരങ്കമുഖത്തേക്ക് എത്താനും ഭംഗി ആസ്വദിക്കാനും സാധിക്കുന്നുണ്ട്. കനത്ത വെയിലിനെ അവഗണിച്ച് നിരവധി സഞ്ചാരികളാണ് ദിവസേന ഇവിടേക്ക് എത്തുന്നത്. നിറഞ്ഞു നിൽക്കുന്ന ജലാശയവും തുരങ്കത്തിൽ നിന്ന് ജലാശയത്തിലേക്ക് ഒഴുകുന്ന വെള്ളച്ചാട്ടവും അകലെ കാണുന്ന വിവിധ തുരുത്തുകളുമൊക്കെയാണ് അഞ്ചുരുളിയുടെ പ്രധാന ആകർഷണങ്ങൾ. മഴക്കാലത്ത് ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. വേനൽ കടുത്തതോടെ തുരങ്കത്തിലൂടെയുള്ള നീരൊഴുക്ക് കുറഞ്ഞതുകൂടാതെ അണക്കെട്ടിലെ വെള്ളവും താഴ്ന്നു തുടങ്ങി. എന്നാലും കടുത്ത ചൂടിനെയും അവഗണിച്ച് ജില്ലയുടെ പുറത്തുനിന്നടക്കം നിരവധി സഞ്ചാരികളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. തുരങ്കമുഖത്തെ നീരൊഴുക്ക് കുറഞ്ഞതോടെ തുരങ്കത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ നിലവിൽ കഴിയുമെന്നത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഇവിടെ നിന്നും ഫോട്ടോകൾ എടുക്കുവാനും തുരങ്കമുഖത്തെ പാറക്കെട്ടുകളിൽ ഇരുന്ന് വിശ്രമിക്കുവാനും ആളുകൾ സമയം കണ്ടെത്തുന്നു.
തുരങ്കമുഖത്തു നിന്നുള്ള നീരൊഴുക്ക് നിലച്ചതോടെ ഈ ഭാഗത്തുള്ള അപകട ഭീഷണിക്ക് ഒരു പരിധിവരെ കുറവുണ്ട്. പകലിലെ കനത്ത ചൂട് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഇതിനെയെല്ലാം അവഗണിച്ചാണ് ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. സഞ്ചാരികൾക്കായി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുക്കിയാൽ ഈ വിനോദസഞ്ചാര കേന്ദ്രം ലോകോത്തര നിലവാരത്തിലേക്ക് മാറുമെന്നതിൽ സംശയമില്ല. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. കെജിഎസ് ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. കെജിഎസ് ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 279, വിൽപ്പനയ്ക്ക് വന്നത് 74,589, വിൽപ്പന നടന്നത് 72,721. കൂടിയ വില 3,086, ശരാശരി വില 2,487. കട്ടപ്പന കമ്പോളം. കുരുമുളക് 710, ഏലം കൂടിയ വില 2,500, ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പു 900, കൊക്കോ 80, റബ്ബർ 190. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 14,010 രൂപ, വെള്ളി ഗ്രാമിന് 265 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. കെജിഎസ് ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. HSCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാർഷിക യന്ത്രോപകരണങ്ങൾ ഇനി AN ഏജൻസീസിൽ നിന്ന്. AN ഏജൻസീസ്, പുളിക്കൽ ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, ഇടുക്കി കവല, കട്ടപ്പന. ശക്തമായ മഴയിലും കാറ്റിലും ഇടുക്കിയിൽ വ്യാപക നാശനഷ്ടം. കഴിഞ്ഞ രാത്രി പെയ്ത മഴയിൽ ശാന്തൻപാറ, പൂപ്പാറ പ്രദേശത്തെ നിരവധി തൊഴിലാളികളുടെ കുടുംബങ്ങളുടെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. രാജാക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ ഒരാഴ്ചയിലധികം പഴക്കമുള്ള പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. പാൻസും ഷർട്ടും ധരിച്ച നിലയിലുള്ള മൃതദേഹം ജീർണിച്ച അവസ്ഥയിൽ. രാജാക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ 2-ന് സേനാപതി മുക്കുടിൽ നിന്നും കാണാതായ യുവാവിന്റെ മൃതദേഹമാണിതെന്ന് സംശയം. സ്ത്രീകളെയും കുട്ടികളെയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ DCC പ്രസിഡന്റ് CP മാത്യു നടത്തുന്നത് UDF നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ. ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരുത്തണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ജനവാസ മേഖലയിൽ പടയപ്പയുടെ സ്വൈര്യവിഹാരം തുടരുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുകൊമ്പൻ വ്യാപക നാശം വരുത്തുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.